ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10th പ്രിലിംസ് 2022 50 ഡേയ്സ് സ്റ്റഡി പ്ലാന്റെ ഡേ 22 ആണ് ഇന്ന് പഠിക്കാനുള്ള SCERT പാഠഭാഗം 6ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ ജനാധിപത്യവും അവകാശങ്ങളും. ഓക്കെ, അപ്പോൾ ഒരു പൗരന്റെ അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന ടോപ്പിക്കിൽ വരുന്ന ഒരു ഭാഗമാണ്. നന്നായിട്ട് പഠിക്കുക, ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ജനാധിപത്യവും അവകാശങ്ങളും. ആദ്യം തന്നെ നെൽസൺ മണ്ടേല പറഞ്ഞ കുറച്ച് വാചകങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. എന്താണെന്ന് നോക്കാം. രാജ്യത്തെ എല്ലാ മേൽക്കോയ്മകൾക്കും എതിരായിട്ടാണ് ഞാൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. സ്വാതന്ത്ര്യവും ജനാധിപത്യവും സഹവർത്തിത്വവും സമത്വവുമുള്ള ഒരു രാഷ്ട്രത്തിന് വേണ്ടിയാണ് ഞാൻ പടവെട്ടുന്നത്. ഇത് നേടിയെടുക്കുകയാണ് എന്റെ ലക്ഷ്യം. ജനാധിപത്യ വ്യവസ്ഥയിൽ നിങ്ങളും ഞങ്ങളും തുല്യരാവും. ഇപ്രകാരം പറഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചാൽ നെൽസൺ മണ്ടേലയാണ്. നെൽസൺ മണ്ടേല. ഈ ഒരു കോട്ട് ഓർത്തിരിക്കാം. അപ്പോ ദക്ഷിണാഫ്രിക്കയിലെ ജനാധിപത്യ വിരുദ്ധ ഭരണകൂടത്തിനെതിരെ സമരം നയിച്ച നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണ് ഇത്. ആരുടേതാണ്? നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണ് ഇത്. ഓക്കെ, അപ്പൊ നെൽസൺ മണ്ടേലയെ പറ്റി കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, നോക്കാം. ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കോയി ഗ്രാമത്തിൽ കസോസ ഗോത്ര വിഭാഗത്തിൽ 1918 ജൂലൈ മാസം 18-ാം തീയതിയാണ് നെൽസൺ മണ്ടേല ജനിച്ചത്. അപ്പൊ നെൽസൺ മണ്ടേല ജനിച്ച ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. 1918 ജൂലൈ 18 മണ്ടേല ദിനമാണ്. ദക്ഷിണാഫ്രിക്കയിലെ നീഗ്രോ വംശജരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പോരാടി. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര പോരാളിയായിരുന്നു അദ്ദേഹം. രാജ്യദ്രോഹ കുറ്റം ചുമത്തി തടവിലാക്കപ്പെട്ട അദ്ദേഹത്തിന് 26 വർഷവും 7 മാസവും 10 ദിവസവും ജയിലിൽ കഴിയേണ്ടി വന്നു. 1990 ഫെബ്രുവരി 11 ജയിൽ മോചിതനായ അദ്ദേഹം 1994 മെയ് 10 ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റായി. 2013 ഡിസംബർ 5-ാം തീയതി 95-ാം വയസ്സിലാണ് അദ്ദേഹം അന്തരിച്ചത്. അപ്പൊ ഇവിടെ നിന്നും ചോദിക്കാനുള്ള ചോദ്യങ്ങൾ എന്തെല്ലാമാണ്? നെൽസൺ മണ്ടേല ജനിച്ച വർഷം 1918 ജൂലൈ മാസം 18. രാജ്യദ്രോഹ കുറ്റം ചുമത്തി മണ്ടേല തടവിലാക്കപ്പെട്ട കാലയളവ് 26 വർഷം 7 മാസം 10 ദിവസം. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ കേരള PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു കാറ്റഗറി തന്നെ KS എക്സാമിന് വേണ്ടിയിട്ട് അൺഅക്കാഡമി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അൺഅക്കാഡമിയിലെ കോഴ്സുകൾ ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടോടെ കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. അൺഅക്കാഡമിയിൽ ഫ്രീ ടെസ്റ്റ് സീരീസ് പൊക്കോണ്ടിരിക്കുകയാണ്. ഏപ്രിൽ 17, 24 എന്നീ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് 100 ക്വസ്റ്റ്യൻസ് അടങ്ങിയ 75 മിനിറ്റ് 100 ക്വസ്റ്റ്യൻസ് അടങ്ങിയ ഒരു ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോകുന്നുണ്ട്. അതിലെ വിന്നേഴ്സിന് അടിപൊളി പ്രൈസസും കാത്തിരിപ്പുണ്ട്. അതുപോലെ പ്ലസ് ടെസ്റ്റ് സീരീസ് ഫോർ കേരള PSC എക്സാംസ് നടക്കുന്നുണ്ട്. ഡിഗ്രി ലെവൽ ആൻഡ് 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് ലേറ്റസ്റ്റ് സിലബസിനെ ബേസ് ചെയ്തിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഫ്രീ ആയിട്ട് കോഴ്സസ് എൻറോൾ ചെയ്യാനും ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, മണ്ടേല ജയിൽ മോചിതനായ വർഷം 1990 ഫെബ്രുവരി മാസം 11-ാം തീയതി. മണ്ടേല ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് ആയ വർഷം 1994 മെയ് മാസം 10-ാം തീയതിയാണ് അദ്ദേഹം ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് ആയത്. ഇനി അദ്ദേഹം അന്തരിച്ചത് എന്നാണ്? 2013 ഡിസംബർ മാസം 5-ാം തീയതി. 95-ാം വയസ്സിലാണ് മണ്ടേല അന്തരിച്ചത്. അദ്ദേഹം ജനിച്ചത് ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കോയി ഗ്രാമത്തിൽ കസോസ ഗോത്ര വിഭാഗത്തിലാണ് 1918 ജൂലൈ മാസം 18-ാം തീയതി. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി അടുത്തതായിട്ട് പഠിക്കാനുള്ളത് വിവിധ രാജ്യങ്ങളും ഗവൺമെന്റുമാണ്. വിവിധ രാജ്യങ്ങളും ഗവൺമെന്റും. ഭൂട്ടാനില് ഭരണഘടനാപരമായ രാജവാഴ്ചയാണ് നിലനിൽക്കുന്നത്. ഭൂട്ടാനില് ഭരണഘടനാപരമായ രാജവാഴ്ചയാണ് നിലനിൽക്കുന്നത്. ഇന്ത്യയിൽ ജനാധിപത്യ ഭരണം, ബ്രൂണയിൽ സുൽത്താൻ ഭരണം, മ്യാൻമറിൽ പട്ടാള ഭരണം. ഒന്നുകൂടെ പറയാം. ഭൂട്ടാനിൽ ഭരണഘടനാപരമായ രാജവാഴ്ച, ഇന്ത്യയിൽ ജനാധിപത്യ ഭരണം, ബ്രൂണയിൽ സുൽത്താൻ ഭരണം, മ്യാൻമറിൽ പട്ടാള ഭരണമാണ് നിലനിൽക്കുന്നത്.
ഓക്കെ. അപ്പൊ ഭൂട്ടാൻ രാജാവും ബ്രൂണൈ സുൽത്താനും പിന്തുടർച്ച അടിസ്ഥാനത്തിൽ അധികാരത്തിൽ വരുന്നു. പിന്തുടർച്ച അടിസ്ഥാനത്തിലാണ് ഭൂട്ടാൻ രാജാവും അതുപോലെ ബ്രൂണൈ സുൽത്താനും അധികാരത്തിൽ വരുന്നത്. ഇവ ജനാധിപത്യേതര ഗവൺമെന്റുകൾക്ക് ഉദാഹരണമാണ്. അപ്പം ഭൂട്ടാനിലും ബ്രൂണയിലും ഉള്ളത് ജനാധിപത്യേതര ഗവൺമെന്റ് ആണെന്ന് ഓർക്കുക. ഇനി പട്ടാള ഭരണം, മ്യാൻമറിൽ പട്ടാള ഭരണമാണ്. പട്ടാള ഭരണവും ജനാധിപത്യേതര ഗവൺമെന്റുകളിൽ ഉൾപ്പെടുന്നു. ഇപ്പൊ സുൽത്താൻ ഭരണം, രാജഭരണം, പട്ടാള ഭരണം ഇവയൊക്കെ ജനാധിപത്യേതര ഗവൺമെന്റിൽ ഉൾപ്പെടുന്നു എന്നുള്ള കാര്യം ഓർക്കുക. ഇനി എന്താണ് ജനാധിപത്യേതര ഭരണ വ്യവസ്ഥ? ഒരു വ്യക്തിയോ ഒന്നിലധികം വ്യക്തികളോ സ്വന്തം ഇഷ്ടാനുസരണം നടത്തുന്ന ഭരണക്രമമാണ് ജനാധിപത്യേതര ഭരണ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയോ ഒന്നിലധികം വ്യക്തികളോ സ്വന്തം ഇഷ്ടാനുസരണം, സ്വന്തം ഇഷ്ടപ്രകാരം നടത്തുന്ന ഭരണക്രമമാണ് ജനാധിപത്യേതര ഭരണ വ്യവസ്ഥ. ഇന്ത്യയില് ജനാധിപത്യ ഭരണ വ്യവസ്ഥയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യയില് ജനാധിപത്യ ഭരണ വ്യവസ്ഥയാണ് നിലനിൽക്കുന്നത്. എന്താണ് ജനാധിപത്യ ഗവൺമെന്റ് എന്ന് പറയുന്നത്? ജനപ്രതിനിധികൾ നടത്തുന്ന ഭരണക്രമത്തെയാണ് ജനാധിപത്യ ഗവൺമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ്? ജനാധിപത്യ ഗവൺമെന്റും ജനാധിപത്യേതര ഗവൺമെന്റുകളും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ജനാധിപത്യ ഗവൺമെന്റ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണമാണ് ജനാധിപത്യ ഗവൺമെന്റിൽ കാഴ്ചവെക്കുന്നത്. ജനാധിപത്യേതര ഗവൺമെന്റിലോ അധികാരം പരമ്പരാഗതമായി കൈമാറുകയോ പിടിച്ചെടുക്കുകയോ ചെയ്യുന്നു. ഇനി ജനാധിപത്യ ഗവൺമെന്റില് ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിയമപരമായി ഉറപ്പു നൽകുന്നു. ജനാധിപത്യേതര ഗവൺമെന്റിലാണെങ്കിലോ ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും പരിമിതമാണ്. ഇനി ജനാധിപത്യ ഗവൺമെന്റില് ഭരണാധികാരികളും നിയമത്തിന് വിധേയരായി പ്രവർത്തിക്കുന്നു. ജനാധിപത്യേതര ഗവൺമെന്റ് ആണെങ്കിൽ ഭരണാധികാരി നിയമത്തിന് അതീതനാണ്. കാരണം അവർ തീരുമാനിക്കുന്നതാണ് നിയമം എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു പാർട്ടിൽ നിന്നും എങ്ങനെ ചോദ്യം വരാം? താഴെ തന്നിരിക്കുന്നതിൽ ജനാധിപത്യ ഗവൺമെന്റിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നത് ഏത്, ഉൾപ്പെടാത്തത് ഏത്? അതുപോലെ തന്നെ ജനാധിപത്യേതര ഗവൺമെന്റിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നത് ഏത്, ഉൾപ്പെടാത്തത് ഏത് എന്നിങ്ങനെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഓക്കെ. ഇനി ജനാധിപത്യ ഗവൺമെന്റിന്റെ മേന്മകൾ എന്തെല്ലാമാണ്? ഇതും പ്രസ്താവന രീതിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. മേന്മകളിൽ ഉൾപ്പെടുന്നത് ഏത്, ഉൾപ്പെടാത്തത് ഏത്? അപ്പൊ ജനാധിപത്യ ഗവൺമെന്റിന്റെ മേന്മകൾ: ജനാഭിലാഷം മാനിക്കുന്നു, വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു, ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിന് വിധേയരാണ്, ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഒന്നുകൂടെ പറയാം. ജനാഭിലാഷം മാനിക്കുന്നു, വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു, ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിന് വിധേയരാണ്, ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഓക്കെ. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നമുക്ക് ലഭ്യമായ ഏതാനും അവകാശങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. എന്തൊക്കെയാണ്? ജീവിക്കാനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സംഘടനാ സ്വാതന്ത്ര്യം. അതായത് ഇന്ത്യൻ ഭരണഘടന നമുക്ക് മൗലിക അവകാശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉറപ്പ് നൽകുന്നുണ്ട്. ഇനി ഈ അവകാശങ്ങൾ എല്ലാ രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ടോ? ജനാധിപത്യ രാജ്യങ്ങളിൽ മാത്രമാണ് അവകാശങ്ങൾ ഫലപ്രദമായി സംരക്ഷിക്കപ്പെടുന്നത്. ഇവിടെ ഒരു ബ്ലോഗ് കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. സ്പെയിൻ യാത്രയിൽ നിന്നും ഗിത്താർ പഠിക്കുന്നതിൽ നിന്നും എന്റെ സ്വപ്നങ്ങൾ മാറിയിരിക്കുന്നു. ജീവനോടെ ഇരുന്നാൽ മതി. അധിനിവേശമില്ലാതെ സ്വതന്ത്രരായി സമാധാനത്തോടെ ജീവിക്കുന്നത് എങ്ങനെയുണ്ടാകും? ഞാൻ ഒരിക്കലും അതറിഞ്ഞിട്ടില്ല. അത്രയ്ക്ക് മനോഹരമാണോ അത്? ഫറാ ബക്കർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കുറിപ്പാണ്. ബാല്യകാലം മുതൽ യുദ്ധഭൂമിയിൽ ജീവിക്കേണ്ടി വന്ന 16-കാരിയായ പാലസ്തീൻ പെൺകുട്ടിയുടെ വാക്കുകളാണ് ഇത്. സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത വിധം യുദ്ധം ഫറാ ബക്കറിന്റെ എല്ലാ പ്രതീക്ഷകളും തകർത്തു. ഇതുപോലെ സ്വാതന്ത്ര്യം, സമാധാനം, അവകാശങ്ങൾ എന്നീ പദങ്ങളുടെ അർത്ഥം എന്തെന്നറിയാതെ ധാരാളം പേർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ എന്താണ് അവകാശങ്ങൾ എന്ന് പറയുന്നത്? ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും തന്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിന് സഹായമായതും
സമൂഹവും രാഷ്ട്രവും ഉറപ്പു നൽകുന്നതുമായ വ്യവസ്ഥകളാണ് അവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അവകാശങ്ങൾ? ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും തന്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിന് സഹായമായതും സമൂഹവും രാഷ്ട്രവും ഉറപ്പു നൽകുന്നതുമായ വ്യവസ്ഥകളാണ് അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇനി അവകാശ പത്രിക എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് അവകാശ പത്രിക. ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് എന്ത് പറയുന്നത്? അവകാശ പത്രിക എന്ന് പറയുന്നത്. ഇന്ത്യയുടെ അവകാശ പത്രിക ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന പേരിലാണ് ഇന്ത്യയുടെ അവകാശ പത്രിക അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി മനുഷ്യ അവകാശങ്ങളെ പറ്റിയാണ് നോക്കുന്നത്. ഇവിടെ കുറച്ച് ന്യൂസ് പേപ്പർ കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. പെരിയാർ മലിനീകരണം, തീരദേശവാസികൾ ആശങ്കയിൽ. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം, വിപുലമായ പരിപാടികൾ. ഇന്ത്യയിൽ അസംഘടിത മേഖലയിലെ തൊഴിൽ ചൂഷണം വർദ്ധിക്കുന്നു. ശിവകാശിയിലെ പടക്ക നിർമ്മാണ ഫാക്ടറിയിലെ കുട്ടികളിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന റിപ്പോർട്ട്. അപ്പോൾ ഒരു കൊളാഷ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതിൽ നിന്നും പഠിക്കേണ്ട ഒരു പോയിന്റ് ഡിസംബർ 10 മനുഷ്യ അവകാശ ദിനം. ഇതില് കുറെ അവകാശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നിഷേധിക്കുന്നുണ്ട്. അപ്പൊ നിഷേധിക്കാൻ ഇടയാക്കുന്ന ചില സാഹചര്യങ്ങളും അവ സംരക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങളുമാണ് കൊളാഷില് പ്രതിപാദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ മനുഷ്യ അവകാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മനുഷ്യവംശത്തിലെ ഒരു അംഗം എന്ന നിലയിൽ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമായിരിക്കേണ്ട അവകാശങ്ങളാണ് മനുഷ്യ അവകാശങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. മനുഷ്യവംശത്തിലെ ഒരു അംഗം എന്ന നിലയിൽ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമായിരിക്കേണ്ട അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ. 1948 ഡിസംബർ 10 നിലവിൽ വന്ന സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ചില അവകാശങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. എന്നത്തേതാണ്? 1948 ഡിസംബർ 10 നിലവിൽ വന്ന സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ചില അവകാശങ്ങൾ ഏതൊക്കെയാണ്? ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സംഘടനാ സ്വാതന്ത്ര്യം, തൊഴിലവകാശം, സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കാനുള്ള അവകാശം. ഒന്നുകൂടെ പറയാം: ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സംഘടനാ സ്വാതന്ത്ര്യം, തൊഴിലവകാശം, സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കാനുള്ള അവകാശം. ഓക്കെ, ഇപ്പോ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. അതെന്താണെന്ന് നോക്കാം. എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുന്നു. പദവിയിലും അവകാശത്തിലും തുല്യത പുലർത്തുന്നു. അവർ ബുദ്ധിയും മനസാക്ഷിയും കൊണ്ട് അനുഗ്രഹീതരും പരസ്പര സാഹോദര്യം പുലർത്താൻ നിർബന്ധിതരുമാണ്. ഇതാണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നത്. മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നിരവധി നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. അപ്പൊ അവയിൽ പ്രധാനപ്പെട്ടതാണ് എന്ത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെയും അതുപോലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെയും രൂപീകരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ജീവിക്കാനുള്ള അവകാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ജീവിക്കാനുള്ള അവകാശം എന്നാൽ അന്തസ്സോടെയുള്ള ജീവിതം എന്നാണ് അർത്ഥമാക്കുന്നത്. ശുദ്ധവായു, ശുദ്ധജലം, മതിയായ പോഷകാഹാരം എന്നിവയൊക്കെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ്. അപ്പൊ അന്തസ്സോടെയുള്ള ജീവിതം എന്നതാണ് ജീവിക്കാനുള്ള അവകാശം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റിയാണ് അടുത്ത പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ചോദ്യങ്ങൾ ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാം, സിലബസിലുള്ള ടോപ്പിക്കാണ്. അപ്പൊ മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി ദേശീയ തലത്തിൽ കൈക്കൊണ്ട പ്രധാന നടപടിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം. 1993 പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണ് കമ്മീഷന് രൂപം നൽകിയത്. 1993 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങൾ ഉണ്ടായിരിക്കും. റിട്ടയർ ചെയ്ത ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചുമതലകളിൽ ഉൾപ്പെട്ടത് ഏത്, ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിക്കാം. അപ്പോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ എന്തെല്ലാമാണ്? മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളിന്മേൽ അന്വേഷണം നടത്തുക, ജയിലുകളും മറ്റും സന്ദർശിച്ച് അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ച് ശുപാർശകൾ നൽകുക, മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുക, മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിപ്പിക്കുക എന്നിവയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ.
മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ജസ്റ്റിസ് രംഗനാഥ മിശ്ര. നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയുമാണ്. ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര. ഓക്കെ, ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾ രൂപം നൽകിയിട്ടുണ്ട്. 1998 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. ഒരു ചെയർമാനും 2 അംഗങ്ങളും അടങ്ങിയതാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതലകൾ തന്നെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ഉള്ളത്. മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാൻ സാധിക്കുന്നതാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ഉറപ്പായിട്ടും പഠിച്ചിരിക്കാം. അടുത്തത് കുട്ടികളുടെ അവകാശങ്ങൾ. ഇവിടെ കുറച്ച് പ്ലക്കാർഡ്സ് പിടിച്ചുകൊണ്ട് കുറച്ച് കുട്ടികൾ നിൽപ്പുണ്ട്. പ്ലക്കാർഡ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? അഭിപ്രായ സ്വാതന്ത്ര്യം എന്റെ അവകാശമാണ്, പേരിനും ദേശീയതയ്ക്കും എനിക്ക് അവകാശമുണ്ട്, പഠിക്കാൻ എനിക്ക് അവകാശമുണ്ട്, ബാലവേലയിൽ നിന്നും സംരക്ഷണം എന്റെ അവകാശമാണ്. അപ്പോൾ കുട്ടികളുടെ ഏതാനും അവകാശങ്ങളാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ബാല്യത്തിന്റെ ശാരീരികവും മാനസികവുമായ അവസ്ഥ കുട്ടികളെ സവിശേഷ പരിഗണന അർഹിക്കുന്നവരാക്കുന്നു. അതിനാൽ കുട്ടികളുടെ അവകാശ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. വിദ്യാഭ്യാസം കുട്ടികളുടെ പ്രധാന അവകാശമാണ്. 2009 പാർലമെന്റ് പാസാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം RTE, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, ഇത് എടുത്തു പറയുന്നു. 2009 ഓഗസ്റ്റ് മാസം 26-നാണ് പാർലമെന്റ് പാസാക്കിയത്. 2010 ഏപ്രിൽ മാസം 1-നാണ് നിലവിൽ വന്നത്. അതിലെന്താ പറയുന്നത്? 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഇത് ഉറപ്പു നൽകുന്നു. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. പഠനാനുകൂല അന്തരീക്ഷവും അടിസ്ഥാന സൗകര്യങ്ങളും കുട്ടികളുടെ അവകാശവുമാണ്. ഓക്കെ, ഇനി കൂടുതൽ അവകാശങ്ങൾ, കുട്ടികൾക്കുള്ള കൂടുതൽ അവകാശങ്ങൾ എന്തെല്ലാമാണ്? അതിജീവനത്തിനും സംരക്ഷണത്തിനും പൂർണ്ണ വികാസത്തിനുമുള്ള അവകാശം, മാനസികവും ശാരീരികവുമായ പീഡനങ്ങളിൽ നിന്ന് സംരക്ഷണത്തിനും പരിചരണത്തിനുമുള്ള അവകാശം, ഇതൊക്കെ കുട്ടികളുടെ അവകാശത്തിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, ഇനി കൈലാഷ് സത്യാർത്ഥി 2014 മലാലയോടൊപ്പം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് കൈലാഷ് സത്യാർത്ഥി. ഇദ്ദേഹത്തിന്റെ സംഘടനയാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് കൈലാഷ് സത്യാർത്ഥി. റഗ്മാർക്ക്, ബാലവേല ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകിയിരിക്കുന്ന മുദ്രയാണ് റഗ്മാർക്ക്. റഗ്മാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവും കൈലാഷ് സത്യാർത്ഥിയാണ്. റഗ്മാർക്ക് നിലവിൽ അറിയപ്പെടുന്ന പേര് ഗുഡ് വീവ് എന്നാണെന്നുള്ള കാര്യവും ഓർക്കുക. ഓക്കെ, അപ്പൊ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ധാരാളം നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ഏത്? ദേശീയ ബാലാവകാശ കമ്മീഷനും സംസ്ഥാന ബാലാവകാശ കമ്മീഷനും. ഓക്കെ, ദേശീയ ബാലാവകാശ കമ്മീഷന്റെയും സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെയും രൂപീകരണം എന്ന് പറയുന്നത്. ഇനി മലാല യൂസഫ്സായി, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടിയ 17-ാം വയസ്സിൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച പെൺകുട്ടിയാണ് ആര്? മലാല യൂസഫ്സായി. കൈലാഷ് സത്യാർത്ഥിയോടൊപ്പം മലാല യൂസഫ്സായിക്കും സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു 2014. ഓക്കെ, അപ്പോൾ കുട്ടികളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെട്ടാൽ ബാലാവകാശ കമ്മീഷനെ സമീപിക്കാനും പരാതിപ്പെടാനുമുള്ള അവകാശങ്ങൾ ഉണ്ട്. ഇനി അടുത്തത് സ്ത്രീകളുടെ അവകാശമാണ്. ഇവിടെ കുറച്ച് കൊളാഷ് കൊടുത്തിട്ടുണ്ട്. സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിന് എല്ലാ സ്ഥാപനങ്ങളും വനിതാ സെല്ല് രൂപീകരിക്കണം. ഹൈക്കോടതി. നിർഭയ, സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ നിയമ നടപടി. റെയിൽവേ സ്റ്റേഷനുകളിൽ വനിതകൾക്ക് പ്രത്യേക വിശ്രമ കേന്ദ്രങ്ങൾ. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50% വനിതാ സംവരണം. മുകളിൽ കുറച്ച് വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. സ്ത്രീകളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ചില നടപടികളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കുന്നതിനും അവരുടെ ഉന്നമനത്തിനുമായി 1979 സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കുകയുണ്ടായി. ഓക്കെ, അപ്പോൾ സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കുന്നതിനും അവരുടെ ഉന്നമനത്തിനുമായി സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച വർഷം ചോദിച്ചാൽ 1979. ഇനി സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നതാണ് ദേശീയ വനിതാ കമ്മീഷൻ. സംസ്ഥാന തലത്തിലാണെങ്കിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ. അപ്പൊ എല്ലാ നിലയിലും പുരുഷന് തുല്യമായ പരിഗണന സ്ത്രീയുടെ അവകാശമാണ്.
തുല്യ ജോലിക്ക് തുല്യ വേതനം, സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം, അതുപോലെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹ്യ മേഖലയിൽ തുല്യ പരിഗണന, സ്കോളർഷിപ്പുകൾ, പഠന സഹായങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തുന്നതിന് തുല്യ അവസരം. ഓക്കെ, അപ്പൊ തുല്യമായ പരിഗണന, പുരുഷന് തുല്യമായ പരിഗണന തന്നെ സ്ത്രീക്കും ലഭിക്കണം എന്നത് സ്ത്രീയുടെ അവകാശമാണ്. അപ്പൊ സ്ത്രീയുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ദേശീയ തലത്തിൽ ദേശീയ വനിതാ കമ്മീഷനും സംസ്ഥാന തലത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷനും പ്രവർത്തിക്കുന്നു. അതിനെപ്പറ്റി കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കൊള്ളാം. ഓക്കെ, ഇനി അവകാശങ്ങളും കടമകളും. അപ്പോ അവകാശങ്ങൾ മാത്രമല്ല നമുക്കുള്ളത്, നമ്മൾ നിറവേറ്റേണ്ട കടമകളും ഉണ്ട്. ഓക്കെ, അപ്പൊ അവകാശങ്ങൾ, സ്വാതന്ത്ര്യം എന്റെ അവകാശമാണ്, കുട്ടി എന്ന നിലയിൽ സംരക്ഷണം എന്റെ അവകാശമാണ്, വാർദ്ധക്യത്തിൽ സംരക്ഷണം മാതാപിതാക്കളുടെ അവകാശമാണ്, വിദ്യാഭ്യാസത്തിനും അതിനുള്ള അടിസ്ഥാന സൗകര്യവും എന്റെ അവകാശമാണ്, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അത് പരിഹരിച്ചു കിട്ടാൻ എനിക്ക് അവകാശമുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കടമകൾ, ഞാൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് നൽകുക എന്റെ കടമയാണ്, എന്നെ സംരക്ഷിക്കുക മാതാപിതാക്കളുടെ കടമയാണ്, വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്റെ കടമയാണ്, സ്കൂൾ നിയമങ്ങൾ അനുസരിക്കുക എന്റെ കടമയാണ്, രാഷ്ട്ര സേവനവും സാമൂഹ്യ സേവനവും എന്റെ കടമയാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഇന്ന് പഠിക്കാനുള്ള 3 SCERT ചാപ്റ്റേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. 2 എണ്ണം ഞാൻ പറഞ്ഞതുപോലെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക് യു.